ഹെയർ ഫോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പെഷ്യലി സ്ത്രീകൾ അതിൽ കൂടുതൽ കൺസേൺഡ് ആണ്. ഒന്നത് അവരുടെ ഐഡൻറ്റിറ്റീൻ്റെ ഒരു വിഷയമാണ് ഹെയർ എന്നുള്ളത്. വൺസ് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ പോയി ഹെയർ ഓയിൽസും ഷാംപൂസും ട്രൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്തുകൊണ്ട് എനിക്ക് ഹെയർ ഫോൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ലൈക്ക് അതിന് പല റീസൺസ് ഉണ്ട്. ഹോർമോണൽ റീസൺസ് ഉണ്ട്. ലൈക്ക് നമുക്ക് തൈറോയിഡ് ഡിസീസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ PCOD പോലുള്ള ഡിസീസസ്, അല്ലെങ്കിൽ ഒരു മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നോർമൽ കേസിൽ പറയുകയാണെങ്കിൽ പ്രഗ്നൻസി പീരീഡിൽ ചിലർക്ക് ഹെയർ ഫോൾ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് അവർക്ക് ഹെയർ ഫോൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ അത് വരും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതുകൂടാതെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട്, ഡയബറ്റീസ് ഉള്ളവർക്ക്, അതുപോലെ അനീമിയ, രക്തക്കുറവ്, അയൺ ഡെഫിഷ്യൻസി അനീമിയ ഒക്കെ ഉള്ളവർക്ക് ഇത് അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് വരാറുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇത് വരും. സിങ്കിൻ്റെ ഡെഫിഷ്യൻസി, പ്രോട്ടീൻ ഡെഫിഷ്യൻസി, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് ഹെയർ ഫോൾ വരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വന്നതെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റും. അതല്ല നമ്മൾ ഹെയർ ഓയിൽസ് യൂസ് ചെയ്ത്, ഷാംപൂസ് യൂസ് ചെയ്ത് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ നിന്നാൽ അത് ആ യൂസ് ചെയ്യുന്ന പീരീഡിൽ നമുക്ക് ബെറ്റർ ആവും. അത് കഴിഞ്ഞാൽ വീണ്ടും അത് റീഅപ്പിയർ ചെയ്യുന്നത് കാണും.